നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിൽ വീണ്ടും എത്തി. ഈ സന്ദർശനം ചരിത്രത്തിൽ ഇടം നേടും. കാരണം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലത്തിൽ കൂടിയുള്ള ആദ്യ ട്രെയിൻ ഓട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒറ്റത്തൂണിൽ 96 കേബിളുകളുടെ കരുത്തിൽ നിൽക്കുന്ന അഞ്ചി പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്. നദിയിൽ നിന്നും 359 മീറ്ററാണ് ഉയരം. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരം. നീളം 1100 മീറ്റർ. ചെലവ് 1486 കോടി രൂപ. ആർച്ചിന്റെ ഭാരം 13,000 മെട്രിക് ടൺ. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കുവാനും ഭൂകമ്പത്തെ ചെറുക്കുവാനും പാലത്തിന് സാധിക്കും. ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പാലത്തിന്റെ പ്രധാന ഭാഗം 467 മീറ്ററിലുള്ള ആർച്ചാണ്. പാലത്തിന് 120 വർഷത്തെ ആയുസാണ്. ട്രെയിൻ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാം. ജമ്മു കാശ്മീരിനെ റിയാസി ജില്ലയിലെ കത്രയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽവേ പാത. വന്ദേ ഭാരതാണ് ഈ പാതയിലൂടെ ആദ്യ സർവീസ്. കത്രയിലേക്കുള്ള പാതയിലാണ് ഈ പാലം. വൈഷ്ണവി ദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്തേക്ക് ദിവസവും ഒട്ടേറെ ഭക്തർ എത്തുന്നുണ്ട്. ഇതുവരെ കാൽനടയായോ ബോട്ട് മാർഗമോ മാത്രമേ പോകാവുന്ന സ്ഥലത്തേക്കാണ് ഇനി ട്രെയിൻ പോകാൻ സാധിക്കുന്നത്. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പാതയുടെ ഭാഗമായ പാത ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. ചെനാബ് പാലത്തിന് നദീനിരപ്പിൽ നിന്ന് 359 മീറ്റർ ഉയരമുണ്ട്. 19-ാം നൂറ്റാണ്ടിനൊടുവിൽ കശ്മീരിലെ മഹാരാജ പ്രതാപ് സിംഗിന്റെ ഭരണകാലത്താണ് കത്രയിലേക്ക് റെയിൽപാത എന്ന ആശയം ഉയർന്നിരുന്നത്. ബ്രിട്ടീഷുകാരായ എഞ്ചിനീയർമാരാണ് സാധ്യതാ പഠനം നടത്തിയത്. പിന്നീട് പദ്ധതി അങ്ങ് നിലച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1983-ൽ തറക്കല്ലിട്ടെങ്കിലും നിർമ്മാണം സാവധാനത്തിലായിരുന്നു. HD ദേവഗൌഡ പ്രധാനമന്ത്രിയായിരിക്കെ പദ്ധതി വിപുലീകരിച്ചു. 2002-ൽ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ കേന്ദ്ര പദ്ധതിയായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായ കോസിഗുണ്ട് ബാരാമുള്ള പാത 2009-ലും ബനിഹാൾ കോസിഗുണ്ട ലൈൻ 2013-ലും ബനിഹാൾ സങ്കൽദാൻ ലൈൻ 2023-ലും ഉദ്ഘാടനം ചെയ്തിരുന്നു. വെറും ഒരൊറ്റ തൂണിന്റെ ശക്തിയിൽ 96 കേബിളുകളിൽ നിൽക്കുന്ന വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് അഞ്ചി പാലം. 2018 മുതൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ 400 ജീവനക്കാരുടെ കഠിന പ്രയത്നമാണിത്. ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം. 473 മീറ്ററാണ് പാലത്തിന്റെ നീളം. ഉയരം 193 മീറ്റർ. ഇത് നിർമ്മിക്കുവാനായി 473 കിലോമീറ്റർ കേബിളുകൾ ഉപയോഗിച്ചു. നദിയിൽ നിന്നും 331 മീറ്റർ ഉയരം. ചെലവ് 435 കോടി. കത്രയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഷെഡ്യൂളുകൾ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കത്രയിൽ നിന്നും രാവിലെ 8:10 പുറപ്പെട്ട് രാവിലെ 11:08 ശ്രീനഗറിലെത്തും. അവിടെ നിന്നും തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് 4:48 കത്രയിലെത്തുന്ന ഒരു സർവീസ്. മറ്റൊരു ട്രെയിൻ ശ്രീനഗറിൽ നിന്നും രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 10:58 കത്രയിലെത്തും. അവിടെ നിന്ന് തിരിച്ച് കത്രയിൽ നിന്നും ഉച്ചയ്ക്ക് 2:55 വിട്ട് വൈകിട്ട് 5:53 ശ്രീനഗറിൽ എത്തിച്ചേരുന്ന മറ്റൊരു സർവീസുമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തും. ഒരു ദിവസം സർവീസ് ഉണ്ടാകില്ല. 1995 മാർച്ചിലാണ് ഉദ്ധംപൂരിനെയും കശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രധാന നഗരമായ ബാരാമുള്ളയും ബന്ധിപ്പിക്കുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത്. നീളമേറിയ തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കുമെന്നതായിരുന്നു ഈ റെയിൽവേ പാതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഹിമാലയൻ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന റെയിൽവേ ലൈൻ പദ്ധതിക്ക് കാലാവസ്ഥയടക്കം വെല്ലുവിളിയായെങ്കിലും രാജ്യം പിന്നോട്ടു പോയില്ല. ലോകത്തിനു മുന്നിൽ ചെനാബ് പാലവും അഞ്ചി പാലവും ഉയർത്തി.
പാത ഗതാഗതമാക്കിയിരിക്കുകയാണ് മോദി സർക്കാർ.